നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നോ ഇൻഡിവിജ്വൽ ഹവെവർ സിഗ്നിഫിക്കൻറ്റ് ഡിറ്റർമൈൻസ് ഡിസിഷൻസ് ബിയോണ്ട് ദെയർ ഓൺ ക്ലബ്. സൗദി പ്രോ ലീഗിൻ്റെ സ്പോക്സ് പേഴ്സൺ ക്രിസ്ത്യാനോ റൊണാൾഡോ വിഷയത്തിൽ തങ്ങളോട് പറഞ്ഞതായിട്ട് BBC സ്പോർട്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണിത്. കൃത്യമായ സോഴ്സിൽ നിന്നാണ് നമ്മൾ വാർത്ത എടുക്കുന്നത്. BBC സ്പോർട്ടിൻ്റെ റിപ്പോർട്ടാണ്. അതിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നു, ഒരു വ്യക്തി, അയാൾ എത്ര വലിയ വ്യക്തിയായാലും സ്വന്തം ക്ലബിന് പുറത്തുള്ള തീരുമാനങ്ങൾ നിർണ്ണയിക്കാൻ അവകാശമില്ല, അയാൾക്ക് കഴിയില്ല എന്ന് തന്നെ പറയുന്നു. ഇപ്പോഴത്തെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ, അദ്ദേഹം ഇന്നിപ്പോൾ അൽ ഇത്തിഹാദിനെതിരെ കളിക്കാനുള്ള സാധ്യതയും കുറവാണെന്നാണ് റിപ്പോർട്ട്. അൽ ഹിലാലിന് വലിയ രൂപത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നു. എന്നാൽ അൽ നസറിന് അങ്ങനെയല്ല. അൽ നസറിൻ്റെ CEO-ക്കും സ്പോർട്ടിംഗ് ഡയറക്ടർക്കും ഒക്കെയുള്ള പവറുകൾ കട്ട് ഷോട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തെ അപ്സെറ്റ് ആക്കിയത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അതിനിപ്പോൾ മാധ്യമങ്ങൾ പടച്ചു വിട്ടതാണെന്ന് തന്നെ കരുതിക്കോ. എന്നാലും ക്രിസ്ത്യാനോ കഴിഞ്ഞ കളി കളിച്ചിട്ടില്ലല്ലോ. ഈ കളി കളിക്കാനുള്ള സാധ്യത കുറവാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രശ്നം അവിടെയുണ്ട്, സ്ട്രൈക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ തങ്ങളോട് സംസാരിച്ചതായിട്ട് BBC കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. BBCയുടെ റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായിട്ട് പറയും. നോക്കാം നമുക്ക്. In a statement issued to BBC Sport, Saudi Pro League spokesperson said. So BBC സ്പോർട്സിന് കൊടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റിൽ സൗദി പ്രോ ലീഗിൻ്റെ സ്പോക്സ് പേഴ്സൺ പറയുകയാണ് സൗദി പ്രോ ലീഗ് എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അദ്ദേഹം അങ്ങ് വിശദീകരിക്കുകയാണ് പ്രോ ലീഗ് എന്താണ്, വളരെ ഈക്വലായിട്ട് എല്ലാ ക്ലബ്ബുകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ലീഗാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ളതെന്ന്. അദ്ദേഹം പറയുന്നത് സൗദി പ്രോ ലീഗിൻ്റെ ഘടന വളരെ സിമ്പിളാണ്, വളരെ ലളിതമായ ഒന്നാണ്, ലളിതമായൊരു പ്രിൻസിപ്പലിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഓരോ ക്ലബ്ബും ഒരേ നിയമങ്ങൾക്ക് കീഴിൽ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലബ്ബുകൾക്ക് സ്വന്തമായി ബോർഡുകളും എക്സിക്യൂട്ടീവുകളും ഫുട്ബോൾ നേതൃത്വവും ഒക്കെ ഉണ്ട്. റിക്രൂട്ട്മെൻറ്റ്, ചെലവ്, അതുപോലെ ടീമിൻ്റെ മറ്റ് തന്ത്രങ്ങൾ, ഇതൊക്കെ തീരുമാനമെടുക്കുന്നത് ആ ക്ലബ്ബുകളാണ്. ഇത് സുസ്ഥിരമായതും അതുപോലെ തന്നെ ബാലൻസ്ഡ് ആയ ഒക്കെയുള്ളൊരു വ്യവസ്ഥ ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു സാമ്പത്തിക ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്. ഈ ചട്ടക്കൂട് ലീഗിലെ എല്ലാ ക്ലബ്ബുകൾക്കും ഒരുപോലെ ബാധകമാണ്. സൗദി പ്രോ ലീഗ് വക്താവ് വീണ്ടും പറയുകയാണ്, ക്രിസ്ത്യാനോ വന്നത് മുതൽ അൽ നസറുമായിട്ട് പൂർണ്ണമായും സഹകരിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ക്ലബിൻ്റെ വളർച്ചയിലും ലക്ഷ്യങ്ങളിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏതൊരു എലൈറ്റ് താരത്തെയും പോലെ അദ്ദേഹവും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് ആ പഞ്ച് ഡയലോഗ്. എന്നാൽ എത്ര വലിയ വ്യക്തിയായാലും സ്വന്തം ക്ലബിന് പുറത്തുള്ള തീരുമാനങ്ങൾ നിർണ്ണയിക്കാൻ അയാൾക്ക് കഴിയില്ല. സമീപകാലത്തെ ട്രാൻസ്ഫർ പ്രവർത്തനങ്ങൾ ആ ഒരു ഫ്രീഡം കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട്. ഒരു ക്ലബ്ബ് ഒരു പ്രത്യേക രീതിയിൽ ശക്തിപ്പെട്ടപ്പോൾ മറ്റൊരു ക്ലബ്ബ് വേറെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഇതൊക്കെ അംഗീകൃത സാമ്പത്തിക മാനദണ്ഡങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ക്ലബ്ബുകൾ എടുത്ത തീരുമാനങ്ങളായിരുന്നു. ഇതാണ് ഇപ്പം സ്പോക്സ് പേഴ്സൺ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പം എത്ര വലിയ ആളാണെങ്കിലും എത്ര ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെങ്കിലും അപ്പുറത്തെ നിങ്ങളുടെ ക്ലബിന് പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട എന്ന് തന്നെയാണ് അതിൽ കൃത്യമായിട്ട് പറയുന്നത്. എന്നിട്ട് അയാൾ വീണ്ടും വിശദീകരിക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, ഈ ലീഗിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് തന്നെ നിങ്ങൾ നോക്കിയാൽ പോരെ, അത് സ്വയം സംസാരിക്കുന്നുണ്ടല്ലോ. അതായത് വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമാണ് ടോപ്പ് 4 ക്ലബ്ബുകൾ തമ്മിൽ വ്യത്യാസമുള്ളത് ടൈറ്റിൽ റേസ് ഇപ്പോഴും വെരി മച്ച് അലൈവാണ്. അത് കാണിക്കുന്നത് എന്താണ്? ക്ലബ്ബുകളുടെ ആ ഒരു ബാലൻസ്, ഈ ഒരു സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതല്ലേ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഫോക്കസ് ഫുട്ബോളിലായിരിക്കണം, കളിയിലായിരിക്കണം, ഓൺ ദി പിച്ച്, കളത്തിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. അവിടെയല്ലേ കാര്യങ്ങളുള്ളത്. ആൻഡ് ഓൺ മെയിൻറ്റെയിനിങ് എ ക്രെഡിബിൾ കോമ്പറ്റീറ്റീവ് കോമ്പറ്റീഷൻ ഫോർ പ്ലെയേഴ്സ് ആൻഡ് ഫാൻസ്, അതിലായിരിക്കണം നമ്മുടെ ഫോക്കസ് എന്നുകൂടി സൗദി പ്രോ ലീഗിൻ്റെ വക്താവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞതായിട്ട് BBC റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.